ഗണേഷയുടെ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രഖ്യാപനം UDF നടത്തി. ഈ KSRTC ബസ്സുകൾ സൗജന്യ യാത്ര എന്നുള്ളതാണ്. അത്ര ലാഭത്തിൽ KSRTC ആയോ? ഇല്ല, ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,2,700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തുമുണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പറ്റി വരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുണ്ടായത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഇവർ നേരത്തെ പറഞ്ഞല്ലോ, ഈ 2,000 രൂപ 1,600 രൂപ 2,000 രൂപയാക്കി കൊടുത്തതെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് പറഞ്ഞത് ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3,000 ആക്കി കൊടുക്കാമെന്ന് പറയുമ്പോഴും. ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 500 രൂപ 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 100 രൂപയുടെ വർധനവ് 18 മാസം കൈമാറിയില്ല. 18 മാസം കൈമാറാതെ അവർ അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം ബാക്കി കൊടുത്തതും പിന്നെ വർദ്ധിപ്പിച്ച് 1,600 ആക്കിയതും അത് 2,000 ആക്കിയതും 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കൈക്കൂലിയാണെന്ന് പറയുക, ഇത് പറയുമ്പോൾ നല്ലതാണെന്ന് പറയുക. അത് രണ്ടും ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ എനിക്ക് തോന്നുന്ന ഈ മീഡിയ പേഴ്സണ് കൊടുക്കുന്ന പാസുകൾക്ക് മാത്രമാണ് KSRTC റീഇംബേഴ്സ്മെൻറ്റ് PRDയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സൗജന്യങ്ങളും കുട്ടികളുടെ സൗജന്യം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിന് 10,000 കോടി രൂപ KSRTC കൊടുത്തിട്ടുണ്ട്. അതൊരു മാസം 50 കോടി രൂപ ശമ്പളം കൊടുക്കാനും ഏതാണ്ട് 74 കോടി രൂപ പെൻഷൻ കൊടുക്കാനുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അത് കൊടുക്കുന്നുണ്ടല്ലോ, കൺസെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇല്ല, അത് കിട്ടേണ്ട കാര്യമില്ല. കാരണം തന്നെ അത് നമ്മൾ കണക്കാക്കുന്നത് വെച്ചാൽ ഒരു ബസ്സിനകത്ത് 2-3 യാത്രക്കാർക്കുള്ളൂ വരില്ല. പിന്നെ ഒരു 2-5-10 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് കീമോതെറാപ്പിക്ക് പോകുന്നവർക്കും റേഡിയേഷന് പോകുന്നവർക്കും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ പോകുന്ന ആശുപത്രിയിലേക്കാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ ഇങ്ങോട്ട് കൺസെഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. അതൊരു ചെറിയ സംഖ്യയുള്ളൂ. കാരണം ഒരു ബസ്സിൽ ഒരു 10 ബസ് പോകുമ്പോൾ ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ. കാരണം നമ്മൾ 2,000-3,000 അപേക്ഷ കിട്ടി. അതിൽ 2,600 നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. അത് ആ രോഗം മാറുമ്പോൾ രോഗം ഭേദപ്പെടട്ടെ എന്നാണ്. ഞങ്ങളതിനകത്ത് ക്യാൻസർ കാർഡൊന്നും എഴുതിയിട്ടില്ല, ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് കാർഡിൻ്റെ പേര്. ആ അസുഖം മാറിയെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇത് തീർന്നു, അടുത്ത ആളിനാവും.